സ്നേഹമുള്ള കുട്ടികളെ, വിശുദ്ധരും കുട്ടികളും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിശുദ്ധരാകാനായിട്ടുള്ള പ്രചോദനങ്ങൾ ഓരോ വിശുദ്ധർക്കും ഓരോ രീതിയിലാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് 9 വയസ്സായ സമയത്ത് ആ കുട്ടിക്കുണ്ടായ ഒരു സ്വപ്നത്തിൽ നിന്നാണ് വിശുദ്ധനാകാനായിട്ട് പ്രചോദനം ലഭിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണം മൂലം വേറിട്ട് പോയ ഈ ബാലൻ 9 വയസ്സായിരിക്കെ കണ്ട ഒരു സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദരിദ്രരായ കുറേ ആൺകുട്ടികൾ, അവര് തർക്കിച്ചും കലഹിച്ചും ശപിച്ചും ഒക്കെ നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് ഈ കുട്ടിയുടെ അരികിലേക്ക് വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച പ്രൗഢഗംഭീരനായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, മോനെ, നീ സൗമ്യതയോടെയും ദാനത്തോടെയും പെരുമാറിയാൽ ഈ കുട്ടികളൊക്കെ നിന്റെ സുഹൃത്തുക്കളായിട്ട് ലഭിക്കും. ആ കുട്ടി കുറച്ചുകൂടി കഴിഞ്ഞ് ഈ സ്വപ്നത്തിൻ്റെ ഡീറ്റെയിലുകൾ കാണുകയാണ്. വന്യമൃഗങ്ങളെ പോലെ ഉണ്ടായിരുന്ന ഈ കുട്ടികൾ സൗമ്യതയുള്ള കുഞ്ഞാടുകളായിട്ട് ഈ ആൺകുട്ടികൾ മാറുകയാണ്. അതിനുശേഷം ഗാംഭീര്യമുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഈ ബാലനോട് പറയുകയാണ്, വിനയത്തോടുകൂടെ നീ മുന്നോട്ട് പോയാൽ തക്ക സമയത്ത് കൃത്യസമയത്ത് കാര്യങ്ങളൊക്കെ നിനക്ക് വെളിവാകും. യുവാക്കളുടെ പിതാവ്, യുവാക്കളുടെ അധ്യാപകൻ, യുവാക്കളുടെ സുഹൃത്ത് എന്നീ പദവികളൊക്കെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകിയ ലോകപ്രസിദ്ധനായിട്ടുള്ള വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ബോസ്കോ, അല്ലെങ്കിൽ വിശുദ്ധ ഡോൺ ബോസ്കോ. രണ്ട് പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. രണ്ടും ശരി തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശുദ്ധരാകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതെങ്ങനെയാ ആകുക എന്ന് ഓരോരുത്തരും ആലോചിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധരാകാനുള്ള പ്രചോദനം എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അറിഞ്ഞിരിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ കിട്ടാം. ഒരു വിശുദ്ധനായ വ്യക്തിയെ കണ്ടുമുട്ടി സംസാരിച്ചാൽ കിട്ടാം. ചില ദർശനങ്ങളിലൂടെ, ചില സ്വപ്നങ്ങളിലൂടെ, മാതാപിതാക്കളിലൂടെ ഇതൊക്കെ കിട്ടാം. അപ്പം അതിൽ ശ്രദ്ധ വേണമെന്നുള്ളതാണ്. വിശുദ്ധ ഡോൺ ബോസ്കോയെ സംബന്ധിച്ചിടത്തോളം 9-ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നം, അതിന് വിശുദ്ധൻ പ്രാധാന്യം കൊടുത്തു. യുവാക്കൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. എനിക്ക് എങ്ങനെ ഈ കുട്ടികളെ നേടിയെടുക്കാം? വികൃതികളായിട്ടുള്ള കുട്ടികൾ, തർക്കിച്ച് കഴിയുന്ന കുട്ടികൾ, ശപിക്കുന്ന കുട്ടികൾ, ദരിദ്രരായിട്ടുള്ള കുട്ടികൾ, ഇവരെനിക്ക് എങ്ങനെ നേടിയെടുക്കാം? അതിന് അദ്ദേഹം തൻ്റേതായിട്ടുള്ള ഒരു ശൈലി അദ്ദേഹം കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്. ഇന്നത്തെ ലോകത്തിൽ കോച്ചിങ് ക്ലാസ്സുകൾക്ക് മുൻപിൽ, ട്യൂഷൻ സെൻ്ററുകൾക്ക് മുൻപിലൊക്കെ പരസ്യങ്ങൾ കാണാം. എന്താ പരസ്യം? കഷ്ടപ്പെട്ടല്ല പഠിക്കേണ്ടത്, ഇഷ്ടപ്പെട്ടാണ് പഠിക്കേണ്ടത്. ഇത് ഇന്നത്തെ കാലത്ത് എല്ലാവിടെയും ഉണ്ടെങ്കിലും അനേക വർഷങ്ങൾക്ക് മുൻപേ ഈ മെത്തേഡ് കണ്ടുപിടിച്ചവനാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. പ്രിവെൻറ്റീവ് സിസ്റ്റം എന്നുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഒരു സമ്പ്രദായം അദ്ദേഹം പറയുന്നു, സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയുമാണ് യുവാക്കളെ പഠിപ്പിക്കേണ്ടത്. ശിക്ഷിച്ചും ഭയപ്പെടുത്തിയുമല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഈ മെത്തേഡ്, ഈ ശൈലി, ഇത് ഈ ബാലൻ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ടാണ് പഠിക്കേണ്ടത് എന്ന് ആധുനിക കാലഘട്ടത്തിൽ പരസ്യങ്ങളിലേക്കൊക്കെ വരുന്നതിനും അനേക വർഷങ്ങൾക്ക് മുൻപേ കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ടാണ് പഠിക്കേണ്ടത്, വേറൊരർത്ഥത്തിൽ സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയാണ് പഠിപ്പിക്കേണ്ടത്. അവരെ ശകാരിച്ചും ഭീഷണിപ്പെടുത്തിയും ശിക്ഷകളും നൽകിയിട്ടുമല്ല എന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞ വലിയ വിശുദ്ധനാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. അപ്പോൾ കുട്ടികൾക്ക് നല്ല സ്വഭാവ രൂപീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. വളരെയേറെ സ്നേഹത്തോടുകൂടെ ദരിദ്രരായിട്ടുള്ള കുട്ടികളെ, അവശത അനുഭവിക്കുന്ന കുട്ടികളെ
യുവാക്കളെ അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്നേഹത്തോടുകൂടെ സഹാനുഭൂതിയോടുകൂടെ അവരെ പഠിപ്പിക്കാനായിട്ട് ഉതകുന്ന, ഇപ്പം നിങ്ങൾക്കറിയാം, ലോകമെമ്പാടും ധാരാളം ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് ജീവിതത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന അനേകം സ്ഥാപനങ്ങൾ, ഏകദേശം 14,000 സ്ഥാപനങ്ങളെങ്കിലും വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിൽ നമുക്കും അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ വിശുദ്ധരാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ അതിനൊരു മുഹൂർത്തം നോക്കി നിൽക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ഏതു സമയത്തും ഏത് വ്യക്തിയിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ദൈവം എനിക്ക് വഴിയൊരുക്കും, ഇതിന് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 9 വയസ്സുള്ള ഈ ബാലൻ കണ്ട സ്വപ്നം അത് ജീവിതത്തിൽ മനസ്സിൽ ഉറപ്പിച്ച് അതിനു വേണ്ടി തന്നെ സമർപ്പിച്ച്, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മാജിക്ക് പഠിക്കാനായിട്ടുള്ളതൊക്കെ പഠിച്ചു, ജാലവിദ്യകൾ, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ട് ഷോ നടത്തുമായിരുന്നു. ഷോ നടത്തിയതിന് ശേഷം പണം പിരിക്കലല്ല അദ്ദേഹം ചെയ്തത്, മറിച്ച് ഷോ കണ്ട ആളുകളോടൊക്കെ പറയും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പം അങ്ങനെ തൻ്റെ കഴിവുകൾ, ജാലവിദ്യയിൽ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന കഴിവുകൾ വഴി ഈ യുവാക്കളെയൊക്കെ ആകർഷിക്കുകയും ആ യുവാക്കൾക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിലേക്ക്, നല്ല സ്വഭാവ രൂപീകരണത്തിലേക്കൊക്കെ കൊണ്ടുവരാനും ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഈ വിശുദ്ധന് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, ഏത് ഫീൽഡിലാണെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ വിശുദ്ധ ജീവിതത്തിന് തടസ്സമല്ല. ചില കുട്ടികളുണ്ട്, എനിക്ക് ഈ കഴിവുണ്ടായതുകൊണ്ട് എനിക്ക് വിശുദ്ധനാകാനായിട്ട് പറ്റില്ല. അങ്ങനെയല്ല. ജാലവിദ്യ കാണിക്കാനായിട്ടും പഠിക്കാനായിട്ടും എഴുതാനായിട്ടും ഒക്കെ വിശുദ്ധ ഡോൺ ബോസ്കോ മുൻപന്തിയിലായിരുന്നു. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കഴിവുകളെ ഉപകാരപ്പെടുത്തിയതിലാണ് അദ്ദേഹത്തിൻ്റെ മിടുക്ക്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, അതുപോലെ തന്നെ എല്ലായ്പ്പോഴും വിശുദ്ധരാകാൻ വേണ്ടിയിട്ട് ലഭിക്കുന്ന പ്രചോദനങ്ങൾ നല്ല പുസ്തകങ്ങളിലൂടെയാകാം, വിശുദ്ധരായ വ്യക്തികളെ കണ്ടുമുട്ടുന്നത് വഴിയാകാം. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളിലൂടെയും വിശുദ്ധരെ ദൈവം വഴി നടത്തിയിട്ടുണ്ടെന്നും അത് ചിലപ്പോൾ എനിക്കൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ട് എന്ന് ഓരോ കുട്ടിയും മനസ്സിലാക്കണം. അപ്പൻ ചെറുപ്രായത്തിൽ മരിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ജീവിതം ഇല്ലാതെ ആയിട്ടില്ല. ദൈവം നൽകുന്ന പ്രചോദനങ്ങൾ, അത് സ്വപ്നമാകട്ടെ മറ്റെന്തുമാകട്ടെ, ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിനെ സമർപ്പിച്ച് ത്യാഗത്തോടുകൂടെ ചുറ്റുമുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ കുട്ടികളായ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ.